ഇറാൻ യുദ്ധം വീണ്ടും തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തമ്മിലെ വ്യത്യാസങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഇറാനെ വിലകുറച്ചു കണ്ട് ആക്രമണങ്ങൾ നടത്തിയ അമേരിക്ക ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ അനുകരിച്ച് ആളില്ലാ ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിക്കുന്നു. ഇറാനാകട്ടെ കൂടുതൽ ശക്തിയുള്ള മിസൈലുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഇത്തവണ ഹോർമൂസിന് പുറമെ ബാബൽ മന്ദേബ് കടലിടുക്കും അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ ലോകം പട്ടിണിയിലാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയാകട്ടെ രണ്ടിലൊന്ന് അറിഞ്ഞേ തീരൂ എന്ന നിലപാടിലാണ്. രണ്ടാം യുദ്ധം തുടങ്ങിയത് ഹോർമൂസിനെ ചൊല്ലിയാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാകണമെന്നാണ്. യമനിലെ ഹൂതി വിമതരെ ഉപയോഗിച്ച് ബാബൽ മന്ദേബ് കൂടി അടച്ചാൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്താമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളിലും നിന്ന് പിന്മാറുകയാണ് എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അതായത് ഹോർമൂസ് വീണ്ടും അടയുന്നു, ആണവ പദ്ധതി തുടരുന്നു. ഇറാൻ യുദ്ധം രണ്ടാം ഘട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു ഘടകം ഗൾഫ് രാജ്യങ്ങൾ തമ്മിലെ ബന്ധമാണ്. ആദ്യഘട്ടത്തിൽ ഇറാന്റെ പ്രഹരം ഏറ്റവും കൂടുതൽ നേരിട്ടത് UAE ആണ്. അവരുടെ ടൂറിസത്തെ കാര്യമായി ബാധിച്ചു യുദ്ധം. ലോകത്തെ സുരക്ഷിത സ്ഥാനം എന്ന ഖ്യാതിയും ഇറാന്റെ മിസൈൽ വർഷത്തോടെ പോയി കിട്ടി. ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക ശക്തിയായ സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാന് തിരിച്ചടി നൽകാത്തതിൽ UAEക്ക് അമർഷമുണ്ടായി. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ സംഘടനകളായ ഒപെക് പ്ലസ് എന്നിവയിലെ അംഗത്വം ഒഴിഞ്ഞ UAE ഇപ്പോൾ സ്വതന്ത്ര നയം പിന്തുടർന്നാണ് എണ്ണ വിൽക്കുന്നത്. GCC രാജ്യങ്ങൾക്കിടയിലെ ഐക്യം തകർന്നു എന്ന് പറയാം. അത് ഒന്നാം ഘട്ട യുദ്ധത്തിന്റെ പരിണത ഫലം. എന്നാൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സൗദി അറേബ്യയുടെ നിലപാട് മാറ്റമാണ്. US ഇറാൻ സംഘർഷത്തിൽ സൗദി അറേബ്യ ഇപ്പോൾ രഹസ്യമായി പക്ഷം മാറുന്നുണ്ടോ എന്ന സംശയം ചില അന്താരാഷ്ട്ര വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിലെ സൗദി സാന്നിധ്യം ഈ സംശയത്തിന് അടിവരയിടുന്നു എന്നാണ് ചില വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം എന്ന പദ്ധതിയിൽ ചേരാൻ വിസമ്മതിച്ചതും സഖ്യകക്ഷിയായ US നിന്നുള്ള നിശബ്ദമായ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുമ്പോൾ സൗദി അറേബ്യയെ എങ്ങും കാണുന്നില്ല. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ഒടുവിൽ യമനിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാനുമായി ഏറ്റവും സൗഹൃദ ബന്ധം പുലർത്തുന്നതും നിലവിലെ സംഘർഷവേളയിൽ മാത്രമല്ല, പതിറ്റാണ്ടുകൾക്ക് മുൻപും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേദിയായതുമായ ഗൾഫ് രാജ്യമാണ് ഒമാൻ. അവിടെ പോലും ആക്രമണം നടന്നത് അപ്രതീക്ഷിതമായിരുന്നു. സൗദി ഒഴികെ മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ മിസൈൽ അയച്ചു. ജോർദാനിൽ പോലും ആക്രമണം നടത്തി. സൗദിയെ എന്തുകൊണ്ടാകും ഇറാൻ ഒഴിവാക്കിയത്? കഴിഞ്ഞ തവണ സൗദിയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നല്ലോ. ഇപ്പോൾ കാര്യം സൗദി അറേബ്യ ഈ സംഭവ വികാസങ്ങളിൽ എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നത് കൗതുകം ഉണർത്തുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം പറയാം, ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വരെയുള്ള സൗദിയുടെ കാര്യമാണ് പറയുന്നത്. സൗദി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിരവധി സംഭവങ്ങൾ ചേർത്ത് വായിക്കണം. അമേരിക്ക ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിലേക്ക് സൗദി ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. അമേരിക്കയുടെ സുഹൃത്തായിട്ടും അമേരിക്കയുടെ ശത്രുവിന് ആദരം നൽകിയെന്നത് അമേരിക്ക സൗദി ബന്ധങ്ങളിലെ ഉലച്ചിലിന്റെ ദൃഷ്ടാന്തമാണ്. അതേസമയം സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ തുടക്കകാലത്തെ നിലപാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ. 2024 ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനെതിരെ യുദ്ധം വേണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2023-ൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു വെടിനിർത്തൽ കരാറിൽ സൗദി അറേബ്യ ഏർപ്പെട്ടിരുന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും ഉന്നതതല സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തതാണ്. നിലവിലെ നീക്കങ്ങൾക്ക് പിന്നിൽ സൗദിയുടെ തിരിച്ചറിവുകൾ ആണെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. യുദ്ധത്തിന് മുൻപും ഇറാൻ പ്രാദേശിക മേധാവിത്വം നിലനിർത്തി പോന്നിരുന്നു എന്നത് സത്യമാണ്. അവരുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും സംശയത്തോടെയാണ് വീക്ഷിച്ചത്. മേഖലയിൽ ചിതറിക്കിടക്കുന്ന ഇറാന്റെ പ്രോക്സികൾ, അതായത് ഹൂത്തികൾ, ഹമാസ്, ഹിസ്ബുള്ള മിക്കവാറും എല്ലാ പ്രാദേശിക ശക്തികളെയും വെല്ലുവിളിച്ചിരുന്നു. വാസ്തവത്തിൽ സൗദി അതിർത്തി പങ്കിടുന്നത് യമനിലെ ഹൂതി മിലിഷ്യകളുമായാണ് എന്ന് പറയാം.
ഒരു ദശാബ്ദക്കാലം ഹൂത്തികളുമായി യുദ്ധവും ചെയ്തിരുന്നു. സൗദി അരാംകോയിലെ സൗകര്യങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിനുള്ളിലെ തന്ത്രപരമായ സൗകര്യങ്ങൾ ഹൂത്തികൾ ലക്ഷ്യമിട്ടിരുന്നു. യുദ്ധം എങ്ങുമെത്തിയില്ല എന്നതിനാൽ ഹൂത്തികളുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ സൗദികൾ നിർബന്ധിതരായി. യമനിൽ നിന്ന് സ്വയം മോചിതരാകാനാണ് സൗദികൾ ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ സമ്മതിച്ചത്. ഈ മേഖലയിലെ ദുർബലമായ അധികാര സന്തുലിതാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളെയും പോലെ സൗദി അറേബ്യയും ഇറാനിൽ ഭരണകൂട മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുമായിരുന്നു. മാത്രമല്ല, തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രയേലും അമേരിക്കയും മുന്നിട്ടിറങ്ങുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ പരസ്യമായി ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും സ്വകാര്യമായി യുദ്ധത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സൗദി ആദ്യം സ്വീകരിച്ചിരുന്നത്. പക്ഷേ മുജ്തബ ഖമനിയുടെ ഭരണകൂടം കാര്യങ്ങൾ ഏറ്റെടുത്തതോടെ സൗദിയുടെ എല്ലാ പ്രതീക്ഷയും അസ്ഥാനത്തായി. യുദ്ധത്തിന് തൊട്ടുമുമ്പ് ഇസ്രയേലോ അമേരിക്കയോ സൈനികമായി ഇടപെടുകയാണ് എങ്കിൽ പിന്തുണ ഉറപ്പാക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിക്കുക പോലുമുണ്ടായി. ഒടുവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള സൗദി അറേബ്യയിലേത് ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഈ ആക്രമണങ്ങളിൽ താവളങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അവ ഇറാനിൽ നിന്ന് കൂടുതൽ അകലേക്ക് മാറ്റി ഇസ്രയേലിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളും വന്നതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമല്ല, റാസ് തനൂര റിഫൈനറി, ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, മനിഫ, ഖുറൈസ് എണ്ണപ്പാടങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. അസിമെട്രിക് വാർഫെയർ, സമമല്ലാത്ത യുദ്ധമുറ എന്നറിയപ്പെടുന്നത്, അത് പ്രയോഗിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്തു. സംഘർഷഭരിതമായ തങ്ങളുടെ ചരിത്രത്തിലുടനീളം അത്തരമൊരു നടപടി ഇറാൻ സ്വീകരിക്കുന്നത് ഇതാദ്യമായിരുന്നു. ലോകത്തെ എണ്ണയുടെയും വാതകത്തിൻ്റെയും 1/5 വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ എണ്ണവില കുതിച്ചുയർന്നു. ഇറാനിയൻ മിലിറ്ററി അറ്റാഷയെ പുറത്താക്കിയ സൗദി ഇറാനെതിരെ രഹസ്യമായി തിരിച്ചടിക്കുകയും ചെയ്തു. ഇറാന്റെ സൈനിക നീക്കങ്ങൾ സൗദി അറേബ്യയ്ക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാവുകയും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ധനക്കമ്മിക്ക് വഴിവെക്കുകയും ചെയ്തു. ഒപ്പം അമേരിക്കയുടെ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന് സൗദിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറുകൾക്കായി സൗദി വൻ തുക ചെലവഴിച്ചതാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് കഴിഞ്ഞ വർഷം മാത്രം $142 ബില്യൺ മൂല്യമുള്ള ഒരു പ്രതിരോധ കരാറിൽ സൗദി ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഒടുവിൽ സൗദി മണ്ണിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ കയറ്റുമതിയിലും ഇറക്കുമതിയിലും സൗദിക്ക് തിരിച്ചടി നേരിട്ടു. അതിലുപരി നിയോം എന്ന ബൃഹത്തായ ടൗൺഷിപ്പ് പദ്ധതിയിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റു. നിരവധി കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. എണ്ണ വാതക മേഖലകളെ മാത്രം ആശ്രയിക്കാതെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള സൗദിയുടെ വിഷൻ 2030 പദ്ധതിയുടെ നടത്തിപ്പിൽ നിർണായകമായ ഒന്നാണ് ഈ പദ്ധതി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി അമേരിക്ക പ്രൊജക്ട് ഫ്രീഡം ആരംഭിച്ചപ്പോൾ അതിലെ സൈനിക നീക്കങ്ങളിൽ പങ്കുചേരാൻ സൗദി അറേബ്യ വിസമ്മതിച്ചതിൽ അത്ഭുതമില്ല. ഇറാനിൽ നിന്നുള്ള തുടർ ആക്രമണങ്ങളെ നേരിടാനുള്ള അവരുടെ സഹിഷ്ണുതാ പരിധി വളരെ കുറവായിരുന്നു. സംഘർഷം ലഘൂകരിക്കാനും സംയമനം പാലിക്കാനും അവർ നിരന്തരം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ചില പ്രതിബന്ധങ്ങളും സൗദിക്ക് മുന്നിലുണ്ട്. ഹോർമൂസ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് സൗദി അറേബ്യ പടിഞ്ഞാറൻ തീരത്തുള്ള ചെങ്കടൽ തുറമുഖമായ യാൻബുവുമായി ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറൻ പൈപ്പ് ലൈനിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. യാൻബു വഴി യൂറോപ്പിലേക്കും ഏഷ്യയിലെ മറ്റ് പ്രധാന വിപണികളിലേക്കും ക്രൂഡ് ഓയിൽ കയറ്റി അയച്ചു. ബാബൽ മന്ദേബ് കടലിടുക്ക് വഴിയുള്ള ഒരു ദൈർഘ്യമേറിയ പാതയിലൂടെ. എന്നാൽ ഒരു കാര്യം സൗദിക്കറിയാം, ഇറാന് ഹോർമൂസ് അടയ്ക്കാൻ കഴിയുമെങ്കിൽ യമനിലെ അവരുടെ പ്രോക്സികളായ ഹൂത്തികളെ ഉപയോഗിച്ച് ബാബൽ മന്ദേബ് ചോക്ക് പോയിന്റ് അടച്ചുപൂട്ടാനും സംഘർഷം രൂക്ഷമാകുകയാണ് എങ്കിൽ ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ലക്ഷ്യമിടാനും കഴിയും. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഈ പാതയിൽ തങ്ങൾക്കുള്ള സ്വാധീനം അവർ ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ അവരുടെ നടപടി ആവർത്തിച്ചാൽ അത് സൗദികൾക്ക് ഒരു ദുരന്തമായിരിക്കും. മാത്രമല്ല, 2015 യമൻ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി അറേബ്യ ഇടപെട്ടപ്പോൾ സൗദിയിലെ അരാംകോയുടെ കേന്ദ്രങ്ങൾ ഹൂത്തികൾ ആക്രമിച്ചു. സൗദി പ്രദേശത്തിനുള്ളിൽ പ്രഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ ഹൂതികൾക്ക് കഴിയുകയും ചെയ്തു.
സൗദിയുമായി വീണ്ടും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഹൂതികൾക്ക് കഴിയുമെന്ന് സൗദി ഭരണകൂടത്തിന് നന്നായി അറിയാം. മറ്റൊരു പ്രധാന ഘടകം മക്കയിലെയും മദീനയിലെയും ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ 2 ആരാധനാലയങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിൽ മുസ്ലിം ലോകത്ത് സൗദി അറേബ്യയ്ക്കുള്ള ഉന്നത സ്ഥാനമാണ്. ലോകത്തെ മൊത്തം മുസ്ലിങ്ങളിൽ ഏകദേശം 80% വരുന്ന സുന്നി മുസ്ലിം വിഭാഗത്തെ സൗദി നയിക്കുമ്പോൾ 14% ഷിയ വിഭാഗത്തെ നയിക്കുന്നത് ഇറാനാണ്. 1979 ഇറാനിയൻ വിപ്ലവം മുതൽക്കേ ഈ വൈരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന ഘടകമായിട്ടുണ്ട്. ഈ യുദ്ധത്തിലൂടെ മുസ്ലിം ലോകത്തിൻ്റെ ഭൂരിഭാഗം ഇടങ്ങളിലും അതുപോലെ ഗ്ലോബൽ സൗത്ത്, അതായത് വികസ്വര അവികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ, ആ മേഖലയിലും ഇറാൻ ഒരു വിജയിയായി ഉയർന്നു വന്നിരിക്കുന്നു. വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾ മൂലമുള്ള നിയന്ത്രണങ്ങളും കുറഞ്ഞ സൈനിക ശേഷിയും ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ 2 പ്രധാന ആണവായുധ ശക്തികളെ നേരിടാൻ ഈ രാജ്യം ധൈര്യം കാണിച്ചു. അമേരിക്കയും അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലും തമ്മിൽ ഭിന്നതയുണ്ടാക്കാൻ പോലും ഇറാന് സാധിച്ചു. വെടിനിർത്തലിനായി അമേരിക്കയുമായി അടുത്തിടെ ഒപ്പുവെച്ച ധാരണാപത്രം ഈ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ ഇറാൻ നിലനിർത്തുമെന്ന് തെളിയിക്കുന്നതായി. സൗദിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കാനോ ഇത് അവഗണിക്കാനോ കഴിയില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ വിസമ്മതിക്കുന്നതും ഇറാനുമായി അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുന്നതും അതിനാൽ ഒട്ടും അപ്രതീക്ഷിതമല്ല. സംഘർഷം വീണ്ടും രൂക്ഷമായപ്പോൾ മുതൽ സംഘർഷം ലഘൂകരിക്കാനും സംയമനം പാലിക്കാനും ചർച്ചകളിലേക്ക് മടങ്ങാനും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥതയ്ക്കായി തങ്ങളുടെ പ്രതിരോധ പങ്കാളിയായ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളെ സൗദി സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആയത്തുള്ളയുടെ സംസ്കാര ചടങ്ങിൽ സൗദി പങ്കെടുത്തതും ഇതേ മനോഭാവത്തോടെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇസ്രായേലുമായുള്ള അബ്രഹാം കരാറിൽ ചേരാൻ സൗദി വിസമ്മതിക്കുന്നതും.